വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ വിമർശനവുമായി കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക. മത്സ്യത്തൊഴിലാളികളുടെ ത്യാഗത്തിന്റെ ഫലമാണ് തുറമുഖം. മുതലപ്പുഴയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ രക്തസാക്ഷിത്വം ഓർമ്മിക്കണം. 80ഓളം കുടുംബങ്ങളുടെ കണ്ണീർ അധികാര സ്ഥാനങ്ങളെ പൊള്ളിക്കും. ജനങ്ങളെ വിഡ്ഢികളാക്കി ഉണ്ടാക്കുന്ന നേട്ടമല്ല പ്രധാനമെന്നും വിമർശനം. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, കടുത്ത ഭാഷയിലാണല്ലോ ദീപികയിൽ വിമർശനമുള്ളത്. മുതലപ്പുഴയിലടക്കം നമുക്കറിയാം, ഈ വിഴിഞ്ഞം പദ്ധതി നിലവിൽ വന്നതിന് ശേഷം മുതലപ്പുഴയിൽ എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു. രക്തസാക്ഷിത്വത്തിന് നിങ്ങൾ ഓർമ്മിക്കണം. ഈ കച്ചവടം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എന്നുള്ളതാണോ ദീപിക ഓർമ്മപ്പെടുത്തുന്നത്? സജു, ഡോക്ടർ അരുൺകുമാർ, ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കൂടിയായി ഇതിനകം മാറിയിട്ടുണ്ടല്ലോ. കടുത്ത ഭാഷയിലുള്ള വിമർശനം സഭാ പ്രസിദ്ധീകരണം കൂടിയായി ദീപികയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ദീപിക മുഖപ്രസംഗം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതായത് സർക്കാർ അനുമതിയില്ലാതെ, സർക്കാരിന്റെ അറിവില്ലാതെ ഓഹരി കൈമാറ്റ ശ്രമം നടക്കുന്നു. അപ്പോൾ അതിന് പിന്നിലുള്ള താല്പര്യങ്ങളെയാണ് പ്രധാനമായും വിമർശിക്കുന്നത്. വിദേശ നിക്ഷേപം വരുന്നതും തുറമുഖം വികസിക്കുന്നതും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ അപ്പോഴും കേരളത്തിന്റെ വികസനവും തീരദേശ ജനതയുടെ നിലനിൽപ്പും പ്രധാനമാണ്. അദാനിയുടെയും വിദേശ കൂട്ടാളികളുടെയും താല്പര്യമല്ല പ്രധാനം. കുറെ കൂടി കടുത്ത ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. തുറമുഖം ഉയരുന്നതിനിടയിൽ ബലിയായ മനുഷ്യജീവിതങ്ങളും ജൈവ തുലനവുമുണ്ട്. അത് മറന്നുകൊണ്ടാകരുത് സർക്കാരിന്റെ നിലപാടുകൾ എന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉന്നയിക്കുകയാണ്. തീരദേശ ജനതയുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുകയാണ്. മുതലപ്പുഴയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ രക്തസാക്ഷിത്വം ഓർക്കണം സർക്കാർ എന്ന കാര്യം പറയുകയാണ്. 80ഓളം കുടുംബങ്ങളുടെ കണ്ണീര് അധികാര സ്ഥാനങ്ങളെ പൊള്ളിച്ചിരിക്കും എന്ന കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ഇതുകൂടാതെ MSCക്കെതിരായ വിമർശനമുണ്ട്. അതായത് MSC എൽസ നമുക്കറിയാവുന്നതുപോലെ കൊച്ചി പുറംകടലിൽ മുങ്ങിയതാണ്. അതിനുശേഷം അതിന്റെ പാരിസ്ഥിതികാഘാതങ്ങളെക്കുറിച്ച് വലിയ തോതിലുള്ള പഠനം നടന്നതാണ്. അതിനെപ്പറ്റി പ്രധാന ഒരു പരാമർശം വരുന്നത് ആ പഠനങ്ങൾക്ക് എന്ത് സംഭവിച്ചു, അങ്ങനെയുള്ള അതിനെ അതിജീവിക്കാൻ, അതിനെ മറികടക്കാൻ MSCക്ക് കഴിഞ്ഞത് ഒരു ആപത് സൂചനയാണ് എന്നതുകൂടി പറയുകയാണ്. ഇനിയും കുറേയേറെ കാലം അത് കടലിൽ തീരത്ത് ഒക്കെ വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആ പഠനങ്ങൾക്ക് എന്താണ് സംഭവിച്ചെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ വിദേശ നിക്ഷേപവും വികസനവും അതോടൊപ്പം തന്നെയുള്ള മറ്റ് പദ്ധതികളും തുറമുഖ വികസനവും ഒക്കെ നല്ലതാണ്. പക്ഷെ അത് തീരദേശവാസികളുടെ ത്യാഗത്തിന്റെ ഫലമാണ്. അവർ അതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അവിടുത്തെ ഭൂമിയും ആവാസ വ്യവസ്ഥയും ഒക്കെ പാവപ്പെട്ട മനുഷ്യരുടേതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ തുറമുഖത്തെ കുത്തകവൽക്കരിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും താല്പര്യമാണ് യഥാർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടത്. അല്ലാതെ ഈ കാര്യത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കി ഉണ്ടാക്കുന്ന നേട്ടമല്ല എന്നതുകൂടി പറയണം. അപ്പോൾ അത് കടുത്ത ഭാഷയിലുള്ള വിമർശനം തന്നെയാണ്. ഈ കാര്യത്തിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് VD സതീശനടക്കം പ്രതികരണം നടത്തിയിരുന്നു. പ്രതിപക്ഷം ഏതായാലും ഈ കാര്യത്തിൽ ഒരു സമരം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ കടുത്ത ഭാഷയിലുള്ള വിമർശനം, ഇതിനകത്ത് ഡീലുണ്ട് തുടങ്ങിയ നിലയിലേക്കൊക്കെ ആ രാഷ്ട്രീയ വിമർശനങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ടോ, സംസ്ഥാനത്തിന് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, സംസ്ഥാനത്തിന് നേട്ടമുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഇതിന്റെ ഫലമായി ഇത്തരം പദ്ധതികൾ വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന തീരമെടുക്കുന്ന നിലയിൽ നമുക്ക് പലപ്പോഴും അറിയാം, മുതലപ്പുഴയുടെ കാര്യത്തിൽ അറിയാം. അപ്പോൾ അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സ്വാഭാവികമായും ഇമ്പാക്ട് ഉണ്ടാകും. അത് സംബന്ധിച്ച് നേരത്തെ തന്നെ സഭകൾ, പ്രത്യേകിച്ച് ലത്തീൻ സഭയടക്കം നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്, നാടിന്റെ വികസനത്തിനെതിരെ നിങ്ങൾ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു. പാവം മത്സ്യത്തൊഴിലാളികൾ അത് കേട്ടു, അവർ വാക്കുപാലിച്ചു. മുതലപ്പുഴയിൽ ഒരുപാട് മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായി. അവരുടെ രക്തസാക്ഷിത്വത്തിന് മുകളിലാണ് ഈ കച്ചവടം നടത്തുന്നത് എന്നുള്ളതാണ് ദീപിക പത്രം ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഓർമ്മ വേണം കേട്ടോ, എല്ലാം.